പുഞ്ചിരി കൈക്കൊള്ളണം പടയ്ക്കും കുടയ്ക്കും അണിയ പടയുടെ പൊന്നുമതിനെട്ടില്ല മലവാഴിമുണ്ടയ്യ കാട് ചാത്ത ചെങ്ങാതയം വാഴി അങ്ങനെ മകന്റെ 28 നാൾ പേർപിടി കല്യാണങ്ങളൊക്കെ കഴിയുന്നല്ലോ 56 കഴിഞ്ഞ 90 നാളുകളൊക്കെ ഇടകടന്ന് വഴി പോകുമ്പോ അടിക്കിട്ടാറാകുന്ന മാസത്തില് തട്ടകത്ത് വാഴുന്ന അമ്മ ഭഗവതി താണിയുടത്ത് വാഴുന്ന അമ്മ ഭഗവതിയുടെ തിരുനടയോടെ ഉണ്ട് ചെന്നു മകനായിരിക്കുന്നല്ലോ ചൂറൂടുകൊടുത്ത് ഓരോ വയസ്സുകാലം പ്രായങ്ങളൊക്കെ ചെല്ലുമ്പോ ഓരടി വെച്ച് കളി തുടങ്ങുന്നു 2 വയസ്സുകാലത്ത് 2 പേർക്ക് വെച്ച് കളി തുടങ്ങുന്നു 3 വയസ്സുകാല പ്രായത്തെ മുൻപല്ല വന്നതാകുന്നല്ലോ വാചാലകി കണ്ണടക് വിഞ്ഞടകൊക്കെയും വന്നു 4 വയസ്സുകാലത്ത് നാടകശാലയാടിയോടെ നടനമാടിയങ്ങ് കളി തുടങ്ങുന്നു മകനാണ് അങ്ങനെ 5 വയസ്സുകാലത്ത് അന്യകുഞ്ഞുങ്ങളൊക്കെ തീർന്നു കണ്ടു 6 വയസ്സുകാലത്ത് അറിയാതെ കുത്തി കുണ്ടനം കൊണ്ട് വർദ്ധനഞ്ഞു 7 വയസ്സുകാല പ്രായത്തെ താനിൽ അമ്മയുടെ തറവാട്ടിലങ്ങ് ആടിയോടി അടിവളരുമ്പോ പെറ്റമ്മമാരാവിളിച്ചതല്ലച്ഛനെ വിളിച്ച് അരുളി ചെയ്തു അല്ലയോ എന്റെ യോഗിയാപുരുഷ എങ്കണവൻ ഭർത്താവേ നമ്മൾക്കായിരിക്കുന്നല്ലോ ആരാമനോട് ഉണ്ണിപ്പൊന്മകനും പിറന്നുപോയില്ല ആ മകനെ പൊട്ടനായും പോഷനായും ഒന്ന് അണിവളർത്തിക്കൂടാ മകനെ കുറഞ്ഞൊരു എണ്ണങ്ങൾക്ക് വാദ്യപ്രമാണങ്ങളെ കളരി അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചുറപ്പിച്ച് മതിയായുള്ള എന്ന് പട പറയുന്ന കാലം ഗുരുനാഥനായിരിക്കുന്നു ആര്യമ്മനെ 100 കെട്ടി തടഞ്ഞിരിച്ചു മകനുടെ ചൂണ്ടാടികളും പിടിച്ചു ആര്യമ്മനായിരിക്കുന്നല്ലോ അയ ശ്രീ ഗണപനായ നമോദമായെന്ന് 9 നാമാക്ഷരങ്ങളെ കുറിപ്പിച്ചു 56 അക്ഷരങ്ങളും പറഞ്ഞു കൊടുത്തു സൂര്യൻ 96 അക്ഷരങ്ങളും പറഞ്ഞു കൊടുത്തു വട്ടനത്ത് കോലത്ത് മുണ്ടോടെ പോലെ വാറൊക്കെ ദീർഘം വല്ലപുഴികളൊക്കെ മകനങ്ങനെ പഠിച്ചടച്ച് അടയിരിക്കുന്ന അങ്ങനെ തൊട്ടോന്നിടത്ത് തിരുമാനമ്മ ഭഗവതിയെ കൊണ്ടും തിരുവഞ്ചിക്കുളത്തപ്പൻ ശ്രീ മഹാദേവനെ കൊണ്ടും തൃശ്ശിവയിലൊരു മുമ്മൂർത്തിമാരെ കൊണ്ട് കൊടുങ്ങല്ലൂരമ്മ ശ്രീ ഭദ്രകാളിയെ കൊണ്ടുള്ള പാട്ടോട് സുന്ദരാങ്ങളെ ചിന്തുരാണങ്ങളൊക്കെ മകനെങ്ങനെ പാടും ചെല്ലിയും പറയിരിക്കുമ്പോ മറ്റുള്ള ശിഷ്യാരും നിപ്പുണ മക്കള് ഗുരുനാഥനോട് ചോദിച്ചോ അല്ലയോ എന്റെ ഗുരുനാഥ ഒരു കളരിയിൽ 2 കള്ളക്കോലിട്ട് കളിക്കുന്നതും ഉചിതമല്ല അളകല്ല ഗുരുനാഥ എന്നുമെന്ന് ചോദിച്ചറിയുമ്പോ ഞങ്ങളെ കളരിയിൽ വന്നിട്ട് ഏറിയ കാലങ്ങൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ ഞങ്ങൾക്ക് അറിയൊന്നും ശ്രീയെന്നും അറിയില്ല ഇന്നലേക്ക് മിനിഞ്ഞാന്നേക്ക് വന്നവൻ പൂരെ എണ്ണവനായിരിക്കുന്നല്ലോ കുറഞ്ഞോട് എണ്ണം നടക്കുവാതെ പ്രമാണങ്ങളൊക്കെ പഠിച്ചു വച്ചില്ലേ എന്റെ അച്ഛനമ്മമാർ തരുന്നത് പൊന്നല്ലേ ഗുണമല്ലേ എന്നെ ചോദിച്ചറിയുന്ന മക്കളാണ്
മതമെന്നു വന്നാൽ ഉരുകുതിരികമായിരുന്നടാ. ഇത് അക്ഷരാവിദ്യയല്ല. പുണ്യം പൊരുത്തമുള്ള മക്കളെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ട മക്കളെ എന്ന് വണ്ണം പറഞ്ഞ് നിലവിലെ നിൽക്കുമ്പോ പോര് എന്നവൻ ഗുരുനാഥനോട് പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, ഞാൻ എന്റെ താരിൽ അമ്മയുടെ തറവാട്ടോടെ വഴിയാതെ വഴി പുറപ്പെട്ടു പോവുകയാണ്. എന്നെ ഗുരുനാഥൻ വരക്കും മുമ്പേ ശിഷ്യാരും മക്കളാക്കി വരക്കും മുമ്പേ ഞാനിവിടെ നിന്ന് വഴിയാതെ വഴി പോവുകയാണ് എന്ന് വന്നോട്ടെ പട പറഞ്ഞ് നിലവിലെ നിന്ന് കാണുന്നതാണ്. ഗുരുനാഥന് വേണ്ടുന്ന പട്ടന്മള സമ്മാനങ്ങളൊക്കെ അവിടെ നിന്ന് എന്ന വിശേഷം കൊണ്ട് പെറ്റമ്മ മാതാവിനെ താൻ പഠിച്ചുള്ള വാക്യോക്ത ശാസ്ത്രങ്ങളൊക്കെ പാടുമെങ്കിൽ നിയമസമായങ്ങ് അറിയിരിക്കുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു, ദിനങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളൊക്കെ കഴിഞ്ഞു. അറിയിരിക്കുന്ന ഒരു കാലത്ത് 19 വയസ്സ് കാലങ്ങളൊക്കെ വന്ന് ഈയടുത്ത് പോകുന്ന കാലം. വന്ന് ഈയടുത്ത് പോകുമ്പോ പെറ്റിന മാതാവിനോട് പറഞ്ഞു, ഓമനാമകനിൽ നിന്നവിടെ പറഞ്ഞു, അല്ലയോ എന്റെ പെറ്റമ്മ മാതാവേ, ഞാനായിരിക്കുന്ന ഇവിടെ നിന്ന് വഴിയാലെ വഴി പോവുകയാണ്. എനിക്കും കുറഞ്ഞൊരു മണവതയെ മൂലം മന്ത്രവാദങ്ങൾ പഠിക്കണം, മലയാളത്തിലെ മന്ത്രവാദി കരുത്തനാകണം എന്ന വണ്ണം പറഞ്ഞ് ഓമനാമകനും നിലവിലെ നിൽക്കുമ്പോ പെറ്റമ്മ മാതാവ് പറഞ്ഞു, അല്ലടാ എന്റെ ഓമനാമകനെ, നമ്മൾക്ക് മണവതി കാലത്തോടെ മന്ത്രവാദങ്ങളൊക്കെ മഴകല്ല ചിതമല്ലടാ മകനെ എന്ന വണ്ണം പറയുമ്പോ ഒരു എന്ന മകനും പറഞ്ഞു, എനിക്കായിരിക്കുന്നല്ലോ തറവാട്ടിൽ മരിച്ച ആട്ടുമാറ്റ മാരണങ്ങളൊക്കെ ഒന്ന് മരിച്ചത് എന്ന് വന്ന അതൊക്കെ വെട്ടി അരമ്പരത്തുവാനായിട്ട് മണവനെ മൂലം മന്ത്രവാദങ്ങളൊന്ന് പഠിച്ച് മതിയായുള്ള എന്ന വണ്ണം പറഞ്ഞ് നിലവിലെ നിൽക്കുമ്പോ പെറ്റമ്മ മാതാവേ മകനായിരിക്കുന്നു വേണ്ടുന്ന ഉരുക്കണ്ട പാടുകളൊക്കെ ഉരുക്കി കിടക്കുന്നു. അവിടെ നിന്നായിരിക്കുന്നു താൻ പിറന്ന തലയുടെ ഉറവാട് താഴത്ത് പറമ്പിൽ വാഴുന്ന താനില്ലം തറവാട്ടിൽ നിന്ന് മണപടിക്കാരോടുകൂടെയുള്ള മണപടി മൂലം മന്ത്രവാദങ്ങൾ പഠിക്കാറങ്ങ് വഴി പോരുന്ന മകനാണ്. ഇടകടന്ന് വഴിയാൽ വഴി പോകുമ്പോ താനില്ലം തറവാട്ടിൽ നിന്ന് വഴി പോകുമ്പോ തട്ടകത്ത് മാറുന്ന അമ്മാവകതി താന് കിടത്ത് അമ്മാവകതിയുടെ തിരുമുറയോട് നിന്ന് കൈകൂപ്പി വന്ദനാവകഞ്ഞ അവിടെ നിന്നായിരിക്കുന്നു. നിമരം കിഴക്കോട്ട് നോക്കിയെന്ന് വഴിയാൽ വഴി പോകുന്ന ഒരു കാലത്ത് മുതുവദേശങ്ങളൊക്കെ ഇടകടന്ന് വഴിയാൽ വഴി പോകുമ്പോ ശ്രീമാദേവനെയും കൊണ്ട് വന്ദനായിരിക്കുന്നല്ലോ. നടന്നോടി നടന്നോടി മകനായിരിക്കുന്നല്ലോ. പുഴയ്ക്കൽ പാടമൊക്കെ ഓടി വണ്ടിയുടെ കടന്ന് തൃശ്ശൂരിൽ ഒരു നാട്ടകത്തോടെ അങ്ങ് വഴി കൊണ്ടുന്ന അങ്ങനെ ചെമ്പൂക്കാവിലമ്മ പാടമേ കാവിലമ്മ ഭഗവതിമാരെ തിരുവമ്പാടി ഉണ്ണിക്കണ്ണനെ കണ്ടോ, വടക്കുനാഥൻ അപ്പനെ കണ്ടോ, 108 നിഷ്ഠാന്തമായി 8 തിരുനാമങ്ങൾ കണ്ടോ. മകനങ്ങനെ വഴിയാൽ വഴി പോകുന്ന ഒരു നേരത്തെ മണ്ണത്തിൽ വന്ന മണ്ണ് ദേശങ്ങളൊക്കെ ഇടകടന്നു. ഒഴുക്കുംപാറ വഴക്കുംപാറയൊക്കെ കിടന്നു. അവിടെ നിന്ന് വഴിയാൽ വഴി പോകുമ്പോ ചെമ്പൂ പ്രകാശന്മാരും അമ്മ ഭഗവതിയെ കണ്ടു വന്ദനാവരിക്കുന്നു. പട്ടിക്കാരെ പാടമഞ്ചേരി ദേശങ്ങളങ്ങ് ഇടകടന്നു മകനാണ്.
കഴിയാതെ മലയാളത്തുകാരനായിരിക്കുന്ന എന്റെ മകൻ ചോദിച്ചു, അല്ലേ എന്റെ പരദേശികളെ ഇവിടെ മടത്തിൽ തെളിഞ്ഞ മടവീണെന്ന് ചോദിച്ചറിയുമ്പോ മകനോട് പറഞ്ഞു, കേട്ടിട്ടില്ലടാ മകനെ, അറിഞ്ഞിട്ടില്ലടാ മകനെ, പൊന്നമ്പലത്തിലാണ് ഒരു സ്വാമിയാരുടെ മടമെന്ന് കേട്ടറിയുന്ന ഒരു നേരത്ത് അവിടെ വഴിയാളവിടെ ചെല്ലുമ്പോ ഗുരുനാഥനെ വിളിച്ചറിയിച്ച് ഗുരുനാഥനായിരിക്കുന്ന 1000 ശിഷ്യാരുണ്ണിപ്പുര മക്കളത്തെ പൊക്കണം വിളിച്ച് കഞ്ചാവ് വിളിച്ച് ലഹരി പകരി പമ്പരി പരമാരണ്ണം കൊണ്ട് അരവഹിക്കുമ്പോ മലയാളത്തുകാരനായിരിക്കുന്ന മകനെ കണ്ടു ചോദിച്ചു, അല്ലടാ എന്റെ ഓമന മകനെ, എവിടെ നിന്ന് വഴി പോരുന്നടാ, എവിടേക്ക് പോകുന്നു, ഇവിടെ വന്നുള്ള കാര്യമെന്താകുന്നടാ എന്ന് വണ്ണം ചോദിക്കുമ്പോ അപ്പോൾ പട പറഞ്ഞു, ഓമന മകനായിരിക്കുന്നു ഞാനായിരിക്കുന്നു പുറനാട്ടുകര ദേശം കരയുകര പുറത്തു നിന്ന് വരുന്ന ഒരു നാഥ, താഴത്ത് പറമ്പിൽ വാഴുന്നതാണ് അമ്മയുടെ തറവാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് കുറഞ്ഞൊരു മടപതി മൂലം മന്ത്രവാദങ്ങളൊന്ന് പഠിച്ചുറക്കേണമെന്ന് പട പറയുന്നു. അങ്ങനെ ഗുരുനാഥന്മാരുടെ വലങ്കുയാരെ പിടിച്ചു കൊണ്ടെല്ലും നിലവാതെ വന്നാല് ഗണപതി 2 ഊരിലോടനെ ബ്രഹ്മൻ ബ്രഹ്മരാക്ഷസൻ വേട്ടേക്കിറങ്ങി മകൻ സന്ധികുന്തിരേതാളൻ തുള്ളക്കാളിടും കാളെ രക്തതുടാമണിയുടെ മൂലമണി ഗ്രന്ഥങ്ങളൊക്കെ മകനായിരിക്കുന്നു. മാനമന്ത്രങ്ങൾ മൂലമന്ത്രങ്ങളെ ചക്രമന്ത്രങ്ങൾ ഗരുഡമന്ത്രങ്ങളൊക്കെ കൊടുത്തു പഠിച്ച് ഉറച്ചങ്ങനരിയ്ക്കുമ്പോ 41 ദിവസം കൊണ്ട് മകനായിരിക്കുന്ന സേവനെ ഉത്തരപ്പിക്കുന്നു. അവിടെ നിന്ന് ഗുരുനാഥന് വേണ്ടുന്ന പട്ടുനിറവന്നമാനങ്ങളൊക്കെ കൊടുത്തു ഭസ്മക്കോട്ടോട് നിറഞ്ഞെന്ന് ഭസ്മം നനച്ചുറുവാനും നനയ്ക്കാറുവാനും ഉത്തമത്തിൽ ഗുരുവരപ്പാനും അഗമത്തിൽ ഗുരുവരപ്പാനും കേസരി പഞ്ചാക്ഷരം കഴിക്കുവാനും മകനെങ്ങനെ പഠിച്ചുറച്ചു. ഗുരുനാഥനോടുകൂടെയുള്ള എല്ലാ വിദ്യകളൊക്കെ പഠിച്ച് ഗുരുനാഥനെ ദക്ഷിണയാലെ കൊടുത്തു. അവിടെ നിന്ന് വനായിരിക്കുന്നല്ല എനിക്ക് കല്ലടി ഞങ്ങളമാരും കല്ലടി കൂടെ ഒറ്റ വിളിച്ച് മാതാവിനോടുകൂടെയുള്ള 21,000 സേവാമൂർത്തികളെ മന്ത്രവാദങ്ങളൊക്കെ പഠിച്ചുറക്കണം എന്ന വണ്ണം വരായിരിക്കുന്നല്ലോ. കല്ലടി ഞങ്ങളമാരും കല്ലടി കൂടെ ഒറ്റ വിളിച്ച് മാതാവിനെ നേടി അങ്ങ് വഴികൂറുന്നവരാണേ. ത്രികട്ടുവാണത്തിൽ നിന്നും മലയാള ചെങ്കൊടുത്തു ധരിനാഥങ്ങളൊക്കെ ഉണർത്തി കാണുമ്പോ 7-ാം പൂർവ്വമ്രാക്കന്മാരുടെയും 3-ാം പൂർവ്വമ്രാക്കന്മാരുടെയും 10,000 പറവതയ്ക്കുന്ന പുഞ്ചാവൽ കണ്ടങ്ങളൊക്കെ നട്ടും നനച്ചും നിലനിൽക്കുമ്പോ മലയാള ചെങ്കിന്റെ ധരിനാഥങ്ങളൊക്കെ കേട്ടറിയുമ്പോ മാനാവുണ്ടല്ലോ നട്ടിരുന്ന ഞാട്ടിൻകൊട്ടയെടുത്തു മേലോട്ടൊരു കൊടുക്കുമ്പോ താഴേക്ക് വീഴും മുൻപ് 10,000 പറവതയ്ക്കുന്ന പുഞ്ചാവയൽ കണ്ടങ്ങളൊക്കെ നട്ടും നനയേറി കാണുന്ന ഒരു കാലം. വലിയ കൂലികളൊക്കെ അളന്നു മേടിക്കുന്നുണ്ട്. കുടിമണ്ണത്ത് ചെന്നു കുപ്പി കള്ള് കുടുക്കക്കള്ളുകളൊക്കെ കുടി കഴിഞ്ഞു. ലഹരി പരിവമ്പിരി പരമാനന്ദം കൊണ്ട് നിലനിൽക്കുമ്പോ മാതാവിന്റെ ആടതുള്ളുന്നുണ്ട്, കൂറതുള്ളുന്നുണ്ട്, അമ്പിളി തെന്നിടാകൊള്ളുമ്പോ കാലിപ്പല്ല് വന്ന് കീഴറങ്ങുന്നുണ്ട്. മാതാവിന്റെ ഒരു മല കണ്ണു കുത്തിപ്പിടിച്ചു, ഇരുമലാകടുക്കലെ വിറപ്പിച്ചു. വേഗം തന്നെ മാതാവ് ഇരുമ്പഴി പൂർവാടകത്തോടെ വഴി ചെല്ലുമ്പോ മകനെ കണ്ടറിഞ്ഞു. വേഗം തന്നെ മകനോട് ചോദിച്ചു, മോനെ നീ എന്തിനെ കൊണ്ടുപോകാം, ഏതിനെ കൊണ്ട് മകനെ നീ ഇപ്പോ ഇവിടേക്ക് വന്നു, ഒരു കാര്യം എന്താണ്? അപ്പോ പറഞ്ഞു, മകൻ അല്ലയോ മാതാവേ,
മതിയായിരിക്കുന്നു. ആയതുകൊണ്ട് എനിക്ക് കുറഞ്ഞൂറ് വളവത് മൂലമന്ത്രമാസങ്ങളും പഠിക്കണം. പഠിപ്പ് വേഗം തന്നെ പഠിച്ചുറപ്പിച്ചു തന്നേ മതിയാവുകയുള്ളൂ എന്നും പറയുമ്പോൾ മാതാവ് മകനെ കൊണ്ട് ഇരുമ്പഴി നാടകത്തോടെ കൊണ്ടു ചെല്ലുന്നു ഒരേ കാലം. മകന്റെ വലത് കയ്യിൽ കൊണ്ട് ആനക്കൊമ്പ് കൊണ്ടു കടഞ്ഞെടുത്താം 8 പലകയുള്ള മൂലമണി ഗ്രന്ഥം കൊണ്ടു കൊടുക്കുമ്പോ മകനല്ലേ പൊട്ടിച്ചു പൊടിതുടച്ചു വകഞ്ഞു വാച്ചു നോക്കുമ്പോ വെട്ടറുകുല നീട്ടറുകുല രക്തചാമുണ്ടി വിദിലാഹമോഹിനി എന്നിങ്ങനെയുള്ള പ്രേതഭൂതവിരാജക്കളെ ചെഞ്ചോരൽ കൊണ്ട് തല്ലി ചൊല്ലിപ്പിക്കുവാനോ പച്ചപ്പാതിരാ നേരത്ത് പടാരശമടക്കം ചെയ്യുവാനോ അമ്മിച്ചോട്ടിലേതും വന്നും ചെയ്യുവാനെന്തോ കഴിപ്പാനെന്തോ പൂനിറപ്പാനുമുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പഠിച്ചെടുത്തു ഒറ്റാമുലച്ചി മാതാവ്. കോരുവെന്ന മകനെ കൊണ്ട് നട്ടുച്ച നടുകൊണ്ട് പാതിരാ നേരം സമയം ചെല്ലുമ്പോ മനുഷ്യ മക്കളിറങ്ങി പിശാച് മക്കളുടെ കളിവിളയാട്ടങ്ങളൊക്കെ തുടങ്ങി കാണുമ്പോ മകനെ കൊണ്ട് മുസ്തൂജോളയോളം കൊണ്ട് കീഴടക്കുന്നല്ലോ. അരയോളം കെല്ലവേരാറ്റിൽ കൊണ്ട് പേരുടക്കി ഓരുടനെ മുങ്ങിന് വരുമ്പോ 1000 ദേവാമൂർത്തികളും ദേവയുള്ളൊരച്ച കണ്ടുവാൻ ഈരുടനെ മുങ്ങിന് വരുമ്പോ 1000 ദേവാമൂർത്തികളും ദേവയുള്ളൊരച്ച കാണുന്ന ഒരു നേരത്ത് മകനല്ലേ മാതാവിനോടും പറഞ്ഞു, അല്ലയോ മാതാവേ, എനിക്കിതിനെതിരെ കൊണ്ടും അതുപോരാ. എന്റെ താഴത്ത് പറമ്പിൽ വാഴുന്നതാണില്ലെന്നതിനോട് നല്ലൊരു തലവാട്ടിങ്കിൽ കൊണ്ടുപോയി ഞാൻ പഠിച്ചുറഞ്ഞ ദേവാമൂർത്തികളെ ഒന്നുകൂടി വെച്ച് പൂജിക്കട്ടെ മാതാവേ. ആയതും പറഞ്ഞു മകനല്ലേ അടിതൊട്ട് മുടിയോളം മുടിതൊട്ട് അടിയോളം മുടി ഭസ്മങ്ങളൊക്കെ വാരി വരയ്ക്കുന്നുണ്ട്. രുദ്രാക്ഷകുറുമാല ചെമ്പുവടി നാഗവടിയാലകയൊഴങ്ങി കാരവടിയാലകയൊഴങ്ങുന്നുണ്ട്. മാതാവിനോട് യാത്രയും പറഞ്ഞു, മകനല്ലേ നാം പിറന്നതിനോട് തറവാടായ താഴത്ത് പറമ്പിൽ വാഴുന്ന നാളില്ലെന്നോട് തറവാടും നോക്കി പാണ്ഡിമണ്ഡലം പ്രദേശത്ത് നിന്ന് മലയാളം ദേശം നോക്കി മകനല്ലേ വഴിയാല വഴി